അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. HSM എക്സാം, റമളാനും നോമ്പുകളും പാർട്ട് 1 മുതൽ പാർട്ട് 11 വരെയുള്ള വീഡിയോകളിൽ കുറച്ച് സംശയങ്ങളും അതിൻ്റെ മറുപടിയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1. റമളാൻ വ്രതം മുമ്പുള്ള സമുദായങ്ങൾക്കുണ്ടായിരുന്നോ? ഇല്ല, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 2. എന്നാണ് വ്രതാനുഷ്ഠാനം നിർബന്ധമായത്? ഹിജ്റ 2-ാം വർഷത്തിലെ ശഅബാനിൽ. 3. മുൻ സമൂഹങ്ങൾക്ക് വല്ല നോമ്പും ഉണ്ടായിരുന്നോ? അതെ, മുമ്പുള്ള സമൂഹങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമായിരുന്നു, പക്ഷേ രൂപവും ഭാവവും വ്യത്യസ്തങ്ങളായിരുന്നു. 4. സുബ്ഹിക്ക് തൊട്ടു മുമ്പ് ചെയ്യുന്ന നിയ്യത്തിലും നാളത്തെ നോമ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം: ഗദ് എന്ന അറബി പദം തൊട്ടടുത്ത പകലിനെ ഉദ്ദേശിച്ച് പറയാം. അതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ നാളെ എന്ന് പറയുന്നു എന്ന് മാത്രം. 5. നോമ്പിൻ്റെ പകലിൽ വെറുതെ നിയ്യത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയുമോ? പകലിലോ രാത്രിയിലോ ഒന്നും നിയ്യത്ത് ആവർത്തിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. 6. സംയോഗം വഴി നോമ്പ് മുറിച്ചാൽ 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞല്ലോ. സ്ത്രീകൾക്കിത് എങ്ങനെ കഴിയും? റംസാൻ നോമ്പ് സംയോഗം കൊണ്ട് മുറിച്ച കഫാറത്ത്, അതായത് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സംയോഗം ചെയ്തതെങ്കിൽ പോലും സ്ത്രീകൾക്ക് കഫാറത്ത് നിർബന്ധമില്ല. 7. നോമ്പുള്ളപ്പോൾ വുളുവിൻ്റെ സുന്നത്തായ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, അമിതമാക്കരുത് എന്ന് മാത്രം. 8. നോമ്പുള്ളപ്പോൾ പൽപ്പൊടി, പേസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം, പക്ഷേ അവ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയും. നോമ്പുകാർക്ക് ഉച്ചയ്ക്കു ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. 9. തുപ്പുനീര് ഇറക്കിയാൽ നോമ്പ് മുറിയുമോ? ഇല്ല. പൊടിഞ്ഞു ചേരാത്ത റബ്ബർ കഷ്ണമോ മറ്റോ വായയിൽ ഇട്ട് ചവച്ച് ഉമിനീർ പെരുപ്പിച്ച് ഇറക്കിയാലും നജസോ കലർപ്പോ ഇല്ലെങ്കിൽ നോമ്പ് മുറിയില്ല. കഫമോ മറ്റോ കലരുകയോ ഊന് പൊട്ടിയ രക്തം പോലുള്ളത് കൊണ്ട് നജസാവുകയോ ചെയ്താൽ അതിറക്കിയാൽ നോമ്പ് മുറിയും. 10. ആർത്തവകാരിക്ക് റമളാനിൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? ഹൈലുകാരിയും നിഫാസുകാരിയും പുണ്യം പ്രതീക്ഷിച്ചു നോമ്പിൻ്റെ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ ഹറാമാണ്. റമളാനിൻ്റെ പകലിൽ രക്തം മുറിഞ്ഞാൽ മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാതിരിക്കൽ, അതായത് ഇംസാക്ക്, സുന്നത്താണ്. 11. ഇസ്തിഹാദത്തുള്ളവർക്ക് നോമ്പ് നിർബന്ധമാണോ? അതെ, അവൾക്കും നിർബന്ധമാണ്. 12. ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ നോമ്പ് കാലത്ത് യോനിയിൽ പഞ്ഞി വെച്ചാൽ നോമ്പ് മുറിയുമോ? ഉള്ളിലേക്ക് വെച്ചാൽ നോമ്പ് മുറിയും. അവൾ ശീല കൊണ്ടോ മറ്റോ പുറമേ വെച്ചു കെട്ടുകയാണ് വേണ്ടത്. 13. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ സുബ്ഹി ബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം? ഉടൻ വായിലുള്ളത് തുപ്പിക്കളയുകയും വായ കഴുകുകയും വേണം. വല്ലതും ഇറക്കിയാൽ നോമ്പ് മുറിയും. സുബ്ഹ് സമയമായ ശേഷം ഭക്ഷണമോ വെള്ളമോ മരുന്നോ അല്പം പോലും ഉള്ളിലോട്ട് ഇറക്കാൻ പാടില്ല. 14. നോമ്പ് തുറയെ പിന്തിപ്പിച്ചാൽ ഈത്തപ്പഴം ലഭിക്കും എങ്കിൽ പിന്തിപ്പിക്കലല്ലേ ഉത്തമം? അല്ല, വെള്ളം കൊണ്ട് തുറക്കലിനെ ഉളരിപ്പിക്കണം. 15. നോമ്പ് അനുഷ്ഠിക്കുന്നയാൾ ജനാപത്തുകാരനായാൽ സുബ്ഹിക്ക് മുമ്പ് കുളിക്കേണ്ടതുണ്ടോ? സുബ്ഹിക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. ശേഷം കുളിച്ചാലും നോമ്പിന് തകരാറില്ല. 16. ഹയലോ നിഫാസോ ഉള്ള സ്ത്രീ നോമ്പില്ലെങ്കിലും റമളാനിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലാൻ പറ്റുമോ? അതെ, ചൊല്ലാൻ പറ്റും. അവൾക്ക് ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഓതൽ നിഷിദ്ധമാണ്. എന്നാൽ ഖുർആനിലെ ദിക്ർ, ദുആകളും മറ്റും ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരമല്ലാതെ ചൊല്ലാം. സ്വലാത്ത്, ബദർ ബൈത്ത്, മൗലിദുകൾ, മാലകൾ ഇവയെല്ലാം റംസാനിലും അല്ലാത്തപ്പോഴും ഏത് അശുദ്ധി വേളയിലും ചൊല്ലുന്നതിന് വിരോധമില്ല. 17. അയൽവാസികൾക്കും കുടുംബക്കാർക്കും സക്കാത്ത് നൽകാൻ പറ്റുമോ? ഖുർആനിൽ സക്കാത്തിൻ്റെ അവകാശികളായി വിശദീകരിച്ച 8 വിഭാഗം ആളുകളിൽ ഇവർ പെടും എന്നുണ്ടെങ്കിൽ അവർക്ക് നൽകാം, അല്ലെങ്കിൽ നൽകരുത്. സക്കാത്തിൻ്റെ അവകാശികളായ 8ലും പെടാത്തവർക്കു തന്നെ അയൽവാസികളും കുടുംബക്കാരുമാണെന്ന പരിഗണന വെച്ച് മാത്രം പലരും ഇന്ന് നൽകുന്നുണ്ടല്ലോ. അത് ശരിയാകുമോ? അതുകൊണ്ട് സക്കാത്ത് വീടുന്നതല്ല. അവർ സ്വീകരിക്കലും അത് അവർ ഉപയോഗിക്കലും ഹറാമാണ്. 19. ജോലി ചെയ്യാൻ കഴിവുള്ള മുതിർന്ന മകൻ്റെ സക്കാത്ത് ആര് നൽകണം? ഈ മകൻ്റേത് നൽകൽ പിതാവിൻ്റെ മേൽ നിർബന്ധമില്ല. ഈ മകൻ്റെയോ ഈ മകൻ്റെ ഭാര്യ മക്കളുടെയോ സക്കാത്ത് പിതാവ് നൽകുന്നുവെങ്കിൽ ആ മകൻ്റെ വക്കാലത്തും സമ്മതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 20.
ഗൾഫിലുള്ള ആളുടെ സക്കാത്ത് എവിടെയാണ് നൽകേണ്ടത്? ഗൾഫിൽ അവകാശികൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നൽകണമെന്നാണ് നിയമം. നാട് മാറിയും സക്കാത്ത് നൽകാം എന്ന പ്രബലമല്ലാത്ത അഭിപ്രായം പിടിച്ചാൽ നാട്ടിലും അവർക്ക് നൽകാം. 21. റംസാനിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതെ, പറ്റും. പക്ഷേ അത് സ്വഹീഹാകാൻ ചില നിബന്ധനകളുണ്ട്. റമളാനിൽ ഫിത്ർ സക്കാത്ത് വാങ്ങിയവൻ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അത് വാങ്ങാൻ അർഹനായിരിക്കണം. അപ്പോൾ വാങ്ങിയവൻ ഷവ്വാൽ പിറക്കുമ്പോഴേക്ക് മരിക്കുകയോ വാങ്ങിയ സക്കാത്ത് കൊണ്ടല്ലാതെ സമ്പന്നനാകുകയോ ചെയ്താൽ കൊടുത്തത് സക്കാത്തായി വീടുന്നതല്ല. മാത്രമല്ല, കൊടുത്തവനും വാങ്ങിയവനും ഷവ്വാൽ പിറക്കുമ്പോൾ അതേ നാട്ടിൽ തന്നെ ഉണ്ടാകണം. 22. ധാന്യങ്ങൾക്ക് പകരം ഫിത്ർ സക്കാത്തായി പണം നൽകാൻ പറ്റുമോ? അതല്ലേ കൂടുതൽ ഉപകാരം? അത് പറ്റില്ല. ഷാഫി മദ്ഹബ് പ്രകാരം ധാന്യം തന്നെ നൽകണം. വില നൽകിയാൽ മതിയാകുമെന്നാണ് ഹനഫി മദ്ഹബ്. 23. സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാമോ? പാടില്ല. ഏത് സക്കാത്തും മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല. വക്കീലിൻ്റെ പക്കലും കൊടുത്തയക്കരുത്. മറ്റു നാട്ടിലുള്ളവർ സക്കാത്ത് കൊടുക്കുന്നവൻ്റെ നാട്ടിലേക്ക് വന്നാൽ അവർക്ക് കൊടുക്കാം. അതിന് സക്കാത്ത് നീക്കം ചെയ്യൽ എന്ന് പറയില്ല. 24. നോമ്പിൻ്റെ ഫിദിയ അതായത് മുദ്ദുകൾ മറ്റു നാട്ടിലേക്ക് നീക്കം ചെയ്യാമോ? അത് ഏത് നാട്ടിലേക്കും നീക്കം ചെയ്യാം. 25. സംയോഗം കൊണ്ട് നോമ്പ് മുറിച്ചവൻ്റെ കഫാറത്ത് മറ്റു നാട്ടുകളിലേക്ക് നീക്കാൻ പറ്റുമോ? അതും ഏത് നാട്ടുകളിലേക്കും ഏത് പ്രദേശങ്ങളിലേക്കും നീക്കം ചെയ്യാം. 26. സംയോഗം കൊണ്ട് നോമ്പ് മുറിച്ചതിൻ്റെ കഫാറത്ത് 60 പേർക്കു തന്നെ കൊടുക്കണോ? അതെ, 60 മിസ്കീന്മാരിൽ കുറയാൻ പാടില്ല. 27. ഒരു മുദ്ദ് എന്നാൽ 800 മില്ലി ആണെന്നും ഒരു സോ എന്നാൽ 4 മുദ്ദ് ആണെന്നും പറഞ്ഞല്ലോ. തൂക്കം എത്ര കിലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ സൗകര്യമായിരുന്നു. അളവ് മാത്രമാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ഒരേ അളവ് അരികൾ തന്നെ തൂക്കം വ്യത്യസ്തമാവാം എന്നതിനാൽ ഒരിക്കലും കൃത്യമായൊരു തൂക്കം പറയാവുന്നതല്ല. 750 മില്ലിഗ്രാം അരി ഉണ്ടായാൽ ഒരു മുദ്ദ് തികയും എന്നും 3 കിലോഗ്രാം അരി ഉണ്ടായാൽ ഒരു സോ തികയുമെന്നും പറയപ്പെടുന്നു. 28. പെരുന്നാൾ നിസ്കാരം പള്ളിയിലല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കാമോ? പുരുഷന്മാർക്ക് പെരുന്നാൾ നിസ്കാരം പള്ളികളിലും സ്ത്രീകൾക്ക് വീടുകളിലുമാണ് ഉത്തമം. 29. കണ്ണിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയുമോ? ഇല്ല. ചെവിയുടെയോ മൂക്കിൻ്റെയോ ഉള്ളിലേക്ക് മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയും. 30. രക്തം കയറ്റിയാൽ നോമ്പ് മുറിയുമോ? രക്തം എടുക്കൽ, രക്തം കയറ്റൽ ഇവ കൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല. 31. ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയുമോ? ഇഞ്ചക്ഷൻ ചെയ്യൽ, ഗ്ലൂക്കോസ് കയറ്റൽ എന്നിവ കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല. 32. പുക വലിച്ചാൽ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയുമെന്ന് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 33. കുളിക്കുമ്പോൾ എണ്ണ, സോപ്പ്, താളി എന്നിവ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് നോമ്പിന് ഒരു തെറ്റുമില്ല. 34. വിക്സ് ശ്വസിച്ചാൽ നോമ്പ് മുറിയുമോ? ഗ്യാസ് മാത്രമായതിനാൽ നോമ്പ് മുറിയുന്നതല്ല. 35. ആസ്തുമ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻഹാലൻ സ്പ്രേ കൊണ്ട് നോമ്പ് മുറിയുമോ? ദ്രാവക തുള്ളികളോ ഗുളിക പൊടികളോ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. വെറും ഗ്യാസ് ആണെങ്കിൽ മുറിയില്ല. 36. ശർഈയായ കാരണം കൂടാതെ നോമ്പ് ഉപേക്ഷിച്ചയാൾക്ക് റമളാനിൻ്റെ പകലിൽ ഭക്ഷണം നൽകാമോ? പാടില്ല, ഹറാമാണ്. ഭർത്താവായാലും മകനായാലും ആരായാലും കാരണമില്ലാതെയാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ റമളാനിൻ്റെ പകലിൽ അവർക്കൊന്നും അന്നപാനീയങ്ങൾ നൽകരുത്. 37. റമളാനിൻ്റെ പകലിൽ അമുസ്ലിമിന് ഭക്ഷണം നൽകാമോ? അതും പറ്റില്ലെന്നാണ് പ്രബലം. 38. ശഅബാൻ 15 ബറാഅത്ത് ദിനം എന്ന നിലക്കു തന്നെ നോമ്പ് സുന്നത്തുണ്ടോ? അതോ അയ്യാമുൽ ബീദിൽപ്പെട്ടത് എന്ന നിലക്ക് മാത്രമാണോ നോമ്പ് സുന്നത്തായത്? ഷഅബാൻ പകുതിയുടെ പകലിൽ അതായത് ബറാഅത്തിൻ്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ് എന്നതിൽ നമ്മുടെ ഇമാമുമാർ ഏക അഭിപ്രായക്കാരാണ്. പക്ഷേ ഏതു നിലക്കാണെന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ബറാഅത്ത് രാവിൻ്റെ പകൽ എന്ന നിലക്കു തന്നെ നോമ്പ് സുന്നത്തുണ്ടെന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവും ഇമാം ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹുവും ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹുവും മറ്റും പറഞ്ഞത്. എന്നാൽ അയ്യാമുൽ ബീദിൽ പെട്ടതാണെന്ന നിലക്കാണ് അന്ന് നോമ്പ് സുന്നത്തുള്ളത് എന്നാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്താവൽ കുബ്രയിൽ പറഞ്ഞത്. പക്ഷേ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ മിസ്കാത്തിൻ്റെ ഷറഹ് ഫതുൽ ഇലാഹിൽ ലി ഖുസൂസിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബറാഅത്ത് ദിനം എന്ന നിലക്ക് തന്നെ നോമ്പ് സുന്നത്തുണ്ടെന്ന് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. 39. ബറാഅത്ത് രാവിൻ്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം? 1. ബറാഅത്ത് രാവിലെ ഇബാദത്തിന് പ്രത്യേക ശ്രേഷ്ഠതയാണ്. അനേകം പേർക്ക് ആ രാത്രി അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയും. 2. അനേകം പേർക്ക് പാപമോചനം ലഭിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജ്യോത്സ്യൻ, കുഴപ്പക്കാരൻ, മദ്യപാനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, സിഹ്ർ ചെയ്യുന്നവൻ, വ്യഭിചാരം നിത്യമാക്കിയവൻ, ഇവരല്ലാത്ത എല്ലാ മുസ്ലിങ്ങൾക്കും ആ രാവിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. 3. ഈ രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ഷഫാഅത്തിൻ്റെ അധികാരം നൽകിയത്. 4. എല്ലാ കാര്യങ്ങളും ആ രാവിലാണ് തീരുമാനിക്കപ്പെടുന്നത്, അതായത് അള്ളാഹു തആല മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്നത്. 5. ദുആക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്നു. 6. ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ആരെങ്കിലും ഹയാത്താക്കിയാൽ അവന് സ്വർഗം ലഭിച്ചു. 7. മദീനയിൽ ഹിജ്റ വന്ന ശേഷം 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ശേഷം മക്കയിലെ കഅബയിലേക്ക് കിബില മാറ്റം നടന്നത് ശഅബാൻ 15-നാണ്. 40-ാമത്തെ ചോദ്യം. ഷവ്വാലിലെ 6 നോമ്പ് കഴിഞ്ഞ് മദ്രസയിലേക്ക് വരുന്ന ഉസ്താദുമാർക്ക് കൊടുക്കാൻ വേണ്ടി ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്ത് മാറ്റിവെക്കുന്ന ഏർപ്പാടുണ്ട്. ഇത് ശരിയാണോ? ശരിയല്ല. പെരുന്നാളിൻ്റെ സൂര്യാസ്തമയം വിട്ടു ഫിത്ർ സക്കാത്തിനെ പിന്തിക്കൽ ഹറാമാണ്. 41. മദ്രസയിലെ ഉസ്താദുമാർക്കും പള്ളിയിലെ ഖതീബിനും സക്കാത്ത് കൊടുത്താൽ വീടുമോ? അവർ അവകാശികൾ ആണെങ്കിൽ മാത്രം വീടും. സക്കാത്തിൻ്റെ 8 അവകാശികളിൽ പെടുന്നില്ലെങ്കിൽ ആ സക്കാത്ത് വീടുന്നതുമല്ല. അവർ ഈ നാട്ടുകാർ അല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അന്യനാടുകളിലെ അവകാശിക്ക് സക്കാത്ത് കൊടുത്തയക്കലും അവൻ്റെ വക്കീലിന് കൊടുക്കലും പാടില്ല എന്നേയുള്ളൂ. അവകാശികൾ ഇങ്ങോട്ട് വന്നാൽ നൽകാവുന്നതാണ്. 42. അവസരം ലഭിച്ചിട്ടും ഫർള് നോമ്പ് ഖളാ വീട്ടാതെ മരണപ്പെട്ട ആൾക്കു വേണ്ടി ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം അനന്തര സ്വത്തിൽ നിന്ന് സാധുക്കൾക്ക് ദാനം ചെയ്യുകയോ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും നോമ്പ് ഖളാ വീട്ടുകയോ ചെയ്യണമല്ലോ. എന്നാൽ ഇവ രണ്ടിൽ ഏതാണ് ഉത്തമം? ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് ദാനം ചെയ്യുന്നതാണ് നോമ്പ് ഖളാ വീട്ടുന്നതിലും ഉത്തമം. കാരണം മരിച്ചവരെ തൊട്ട് നോമ്പനുഷ്ഠിച്ചാൽ മതിയാകില്ലെന്ന് അപ്രബലമായ അഭിപ്രായമുണ്ട്. ഭക്ഷ്യധാന്യം ദാനം ചെയ്താൽ മതിയാകുമെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. 43. അനേകം വർഷങ്ങളിൽ ആർത്തവകാലത്തു നഷ്ടപ്പെട്ട റംളാൻ നോമ്പുകൾ ഖളാ വീട്ടാൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകാരണമായി നോമ്പ് ഖളാ വീട്ടൽ പിന്തിച്ച വർഷത്തിൻ്റെ എണ്ണം അനുസരിച്ച് മുദ്ദ് വർദ്ധിക്കുമെന്നാണല്ലോ ബലപ്പെട്ട വീക്ഷണം. എന്നാൽ ഖളാ വീട്ടൽ എത്ര വർഷം പിന്തിച്ചാലും മുദ്ദ് വർദ്ധിക്കില്ലെന്നും ഓരോ നോമ്പിന് ഓരോ മുദ്ദ് വീതം കൊടുത്താൽ മതിയെന്നുള്ള അഭിപ്രായം ഉണ്ടോ? അതെ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അതു പ്രബലമല്ല. മുദ്ദുകൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടതും പിടിക്കേണ്ടതുമായ അഭിപ്രായം. പക്ഷേ ഏറെ മുദ്ദുകൾ നൽകാൻ ബുദ്ധിമുട്ടുമ്പോൾ അസ്വഹിൻ്റെ മുക്കാബിലായ മേൽ അഭിപ്രായം പിടിച്ച് സ്വയം അമൽ ചെയ്യാം. 44. റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാനിന് മുമ്പ് ഖളാ വീട്ടാതെ അകാരണമായി പിന്തിച്ചാൽ പിന്തിച്ച വർഷത്തിൻ്റെ എണ്ണം അനുസരിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഫിദിയ വർദ്ധിക്കുമല്ലോ. എന്നാൽ ഒരാൾക്ക് നിർബന്ധമായ മുദ്ദ് വർഷങ്ങൾ പിന്തിച്ചതിൻ്റെ പേരിൽ ആ മുദ്ദ് അത്ര വർഷങ്ങളുടെ എണ്ണം കണ്ട് വർദ്ധിക്കുമോ? ഇല്ല. നോമ്പ് ഖളാ വീട്ടലിനെ പിന്തിപ്പിച്ചാൽ മാത്രമേ മുദ്ദ് വർദ്ധിക്കുകയുള്ളൂ. മുദ്ദിനെ മാത്രം പിന്തിപ്പിച്ചാൽ മുദ്ദുകൾ വർദ്ധിക്കില്ല. ബാധ്യതപ്പെട്ട ഫിദിയ പിന്തിച്ചതിൻ്റെ പേരിൽ കൂടുതലായി ഒന്നും നിർബന്ധമാകുന്നതല്ലെന്ന് ചുരുക്കം. 45. ഒരു സ്ത്രീക്ക് സാധാരണ ഏകദേശം 10 ദിവസം വരെയാണ് ആർത്തവം ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ മാസം ഇതേപോലെ ആർത്തവം വന്നു നിന്ന ശേഷം കുളിച്ചു നിസ്കരിച്ചു. ശേഷം 3 ദിവസം പിന്നിടുമ്പോൾ അഥവാ 13-ാം ദിവസം തവിട്ടു നിറത്തിൽ കുറഞ്ഞ രക്തം ഒരു തവണ പുറത്തേക്ക് വന്നു. പ്രസ്തുത രക്തം ഹൈലായി പരിഗണിക്കുമോ? കുളിച്ച ശേഷം അതുവരെ നിർവഹിച്ച നിസ്കാരവും അനുഷ്ഠിച്ച നോമ്പും അസാധുവാണോ? ഉത്തരം: 13-ാം ദിവസം അവൾ കണ്ട രക്തം ഹൈൽ തന്നെയാണ്. അതിനാൽ ആദ്യം നിർവഹിച്ച കുളിയും തുടർന്ന് 13-ന് രക്തം കണ്ടതുവരെ നിർവഹിച്ച നിസ്കാരങ്ങളും നോമ്പുകളും അസാധുവാണ്. ഒരു സ്ത്രീ 24 മണിക്കൂറിൽ കുറയാതെയും 15 ദിവസം കവിയാതെയും കാണുന്ന രക്തങ്ങളെല്ലാം ഏത് നിറമാണെങ്കിലും ഹൈൽ തന്നെയാണ്. ചേർന്ന് വന്നതും ഇടവിട്ട് വന്നതും എല്ലാം ഹൈൽ തന്നെ. ഇടവിട്ട് വന്ന ആർത്തവ രക്തങ്ങൾക്കിടയിലുള്ള രക്തം കാണാത്ത ഇടവേളകളും ഹൈൽ ആയി തന്നെ പരിഗണിക്കുന്നതാണ്. 46. കെട്ടിട നിർമ്മാണം പോലുള്ള ഭാരമേറിയ ജോലി മൂലം നോമ്പ് പൂർത്തിയാക്കാൻ കഴിയാത്ത തൊഴിലാളികൾ എന്തു ചെയ്യണം? റംളാൻ നോമ്പ് ഉപേക്ഷിക്കൽ അവർക്ക് അനുവദനീയമാണോ? അതോ പ്രസ്തുത ജോലിയിൽ നിന്നും മാറി നിന്ന് നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണോ? ഉത്തരം: തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ചിലവിനുള്ള വക കൈവശമുള്ള ആളാണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമല്ല. നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആ ജോലി ഒഴിവാക്കേണ്ടതാണ്.
മറിച്ച് മേൽ ചെലവിനുള്ളത് തൻ്റെ പക്കൽ ഇല്ലെങ്കിൽ അയാൾക്ക് ജോലിക്ക് പോകാവുന്നതാണ്. പക്ഷേ തുടക്കത്തിലെ നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല. നോമ്പ് നോറ്റ് ജോലിക്ക് പോവുകയും ജോലി തുടങ്ങിയ ശേഷം നോമ്പ് തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തൻ്റെ ചിലവുകൾക്ക് വേണ്ടിയുള്ള ഈ ജോലിക്ക് വേണ്ടി ഞാൻ നോമ്പ് ഉപേക്ഷിക്കുകയാണെന്ന നിയ്യത്തോടെ നോമ്പ് മുറിക്കാവുന്നതും പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. 47. തുറക്കപ്പെട്ട ദ്വാരങ്ങൾ ഏതെല്ലാം? ഫിഖിഹിൻ്റെ കിതാബുകളിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ എണ്ണിയ സ്ഥലത്ത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ല തടിയും ഉള്ളിലേക്ക് പ്രവേശിക്കൽ എന്ന് കാണാം. തുറക്കപ്പെടാത്ത ദ്വാരങ്ങളും തുറക്കപ്പെട്ട ദ്വാരങ്ങളും ശരീരത്തിലുണ്ട്. രോമകൂപങ്ങളും മറ്റുമാണ് ഒന്നാമത്തേത് കൊണ്ടുള്ള ഉദ്ദേശം, അതായത് തുറക്കപ്പെടാത്ത ദ്വാരം കൊണ്ടുള്ള ഉദ്ദേശം. മുൻദ്വാരം, പിൻദ്വാരം, സ്ത്രീകളുടെ മുലക്കണ്ണിയുടെ ദ്വാരം, മൂക്ക്, ചെവി, വായ എന്നിവയെല്ലാം തുറക്കപ്പെട്ട ദ്വാരങ്ങളാണ്. ഇതിലൊരു വഴിയിലൂടെ വല്ലതും ഉള്ളിൽ പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. പുതുതായി വല്ല ദ്വാരവും ഉണ്ടാക്കി അതിലൂടെ വല്ല തടിയും ഉള്ളിലേക്ക് പ്രവേശിച്ചാലും നോമ്പ് മുറിയും. തലച്ചോറ്, വയറ്, കുടലുകൾ, മൂത്രസഞ്ചി, മലാശയം ഇവയെല്ലാം ആണ് ഉള്ള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ കത്തിയോ മറ്റോ തൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റിയ നോമ്പ് മുറിയുമെന്ന് സാരം. കൈത്തണ്ടയിലേക്കോ തുടയിലേക്കോ അതുപോലുള്ളതിലേക്കോ എന്ത് കുത്തിക്കയറ്റിയാലും നോമ്പ് മുറിയുന്നതല്ല. 49. റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയാലും പിന്നീട് ഖളാ വീട്ടിയാൽ പോരെ എന്ന് കരുതുന്നവരുണ്ട്. ഇത് ശരിയാണോ? ഉത്തരം: ഇതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ കരുതുന്നത്. ഈ ഹദീസ് നോക്കൂ. നോമ്പ് ഒഴിവാക്കാൻ ഇസ്ലാം അംഗീകരിക്കുന്ന കാരണമൊന്നുമില്ലാതെ റമദാനിൻ്റെ ഒരു ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ തന്നെ കാലം മുഴുവൻ നോറ്റാലും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ല. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവർ പറയുന്നത് കാലം മുഴുവനും നോറ്റാലും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തിയ ആ ദിവസത്തെ നോമ്പ് ഖളാ വീടില്ല എന്നാണ്. ഒരു ദിവസത്തിനു പകരം 3000 ദിവസം നോമ്പ് അനുഷ്ഠിക്കണമെന്നാണ് ഇമാം നഖഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. 30 ദിവസം നോൽക്കണമെന്ന് സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവും 12 ദിവസം നോൽക്കണമെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ റബീഅത്ത് റളിയല്ലാഹു അൻഹുവും പറയുന്നു. പക്ഷേ പ്രബലമായ അഭിപ്രായം ഒരു ദിവസം തന്നെ നോറ്റാലും ഖളാ വീടും എന്നാണ്. പക്ഷേ ഇങ്ങനെ കരുതിക്കൂട്ടി ഖളാ ആക്കൽ വൻ ദോഷമാണ്. 49. പഴമക്കാരായ തഖ്വയുള്ളവർ റജബ് 1 മുതൽ 96 ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്ന പതിവ് കാണാം. ഇങ്ങനെ 96 ദിവസത്തെ നോമ്പിന് വല്ല തെളിവുമുണ്ടോ? ഉത്തരം: റജബും ശഅബാനും റമളാനും ശവ്വാലിൽ നിന്ന് 6 ദിവസവും നോമ്പ് നോൽക്കലാണല്ലോ 96 ദിവസത്തെ നോമ്പ്. റജബ്, ശഅബാൻ എന്നീ 2 മാസങ്ങളും മുഴുവൻ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. റമളാൻ മാസം 30 ദിവസം നോമ്പ് നിർബന്ധവുമാണ്. ശവ്വാലിൽ നിന്ന് 6 ദിവസം നോമ്പ് പ്രധാന സുന്നത്തുമാണ്. ചെറിയ പെരുന്നാളിനോട് തൊട്ടടുത്ത 6 ദിവസങ്ങളാണ് നല്ലത്. ഇങ്ങനെയാണ് വളരെ പുണ്യമായ ആ 96 നോമ്പിൻ്റെ കണക്ക്. 50. ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുമോ? മുറിയില്ല. ശരീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വല്ല തടിയും പ്രവേശിക്കൽ കൊണ്ടാണ് നോമ്പ് മുറിയുക. ജൗഫ് എന്നാൽ വായ, മൂക്ക്, ചെവി, മലമൂത്രദ്വാരം, മുലക്കണ്ണ് എന്നിവയാണ്. അതുപോലെ തലച്ചോറ്, വയറ്, ആമാശയം പോലുള്ളതും പെടും. ഇവയിലേക്ക് വല്ലതും കുത്തിക്കയറ്റിയാലും നോമ്പ് മുറിയും. ഞരമ്പിലേക്കോ മാംസപേശിയിലേക്കോ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ഇഞ്ചക്ഷൻ മസിലിലേക്കായാലും ഞരമ്പിലേക്കായാലും നോമ്പ് മുറിയില്ല. ജൗഫ് എന്നാൽ ഉള്ളാണെന്നും ഞരമ്പിനും ഉള്ളുണ്ടെന്നും അതിനാൽ ഏത് ഇഞ്ചക്ഷൻ കൊണ്ടും നോമ്പ് മുറിയുമെന്ന് പറയുന്നത് ഫിഖ്ഹി വീക്ഷണമല്ല. ഫസ്ദ് കൊണ്ട് നോമ്പ് മുറിയില്ലെന്നത് അവിതർക്കിതമാണ്. ഫസ്ദ് എന്നാൽ ഞരമ്പ് മുറിക്കലാണെന്ന് മുഖ്താറുസ് സ്വഹാഹ്, ലിസാനുൽ അറബിലും മറ്റും കാണാം. ഞരമ്പ് മുറിക്കൽ അതായത് ഫസ്ദ് രോഗത്തെ ഉണ്ടാക്കുമെന്നും കൊമ്പ് വെക്കലാണ് ഉത്തമമെന്നുള്ള ഹദീസ് ഉള്ളതിനു വേണ്ടിയാണിത്. ഞരമ്പ് മുറിക്കുമ്പോൾ ആയുധം ഞരമ്പിൻ്റെ ഉള്ളിലേക്ക് എത്തുമെങ്കിലും അത് ജൗഫ് അല്ലാത്തതിനാലാണ് നോമ്പ് മുറിയില്ലെന്ന് ഫുഖഹാ പറഞ്ഞത്. ഇമാം അർദബീലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്ദും കൊമ്പ് വെക്കലും നടത്തിയ സ്ഥലത്ത് മരുന്നോ മറ്റോ വെക്കുകയും അത് അവയുടെ ഉള്ളിലേക്ക് ചേരുകയും ചെയ്താൽ നോമ്പ് മുറിയില്ല. ഇമാം ഇമ്രാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നോമ്പുകാരൻ്റെ തുടയിൽ കുത്തിക്കയറ്റിയ കത്തി എല്ല് വരെ എത്തിയാലും നോമ്പ് മുറിയില്ല. ഇതൊന്നും ജൗഫ് അതായത് ഉള്ള് അല്ലെന്നാണ് കാരണം. ഞരമ്പിൻ്റെ ഉള്ള് പൊള്ളയാണെങ്കിൽ പോലും ഫിഖിഹിൽ പറഞ്ഞ ജൗഫ് അല്ലാത്തതിനാൽ അതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താലും രക്തം കയറ്റിയാലും രക്തം എടുത്താലും നോമ്പ് മുറിയില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഗ്ലൂക്കോസ് കയറ്റിയാലും വിധി ഇതുതന്നെ. പക്ഷേ ഗ്ലൂക്കോസ് കയറ്റുന്നത് കൊണ്ട് നോമ്പിൻ്റെ ലക്ഷ്യവും അന്തസത്തയും നഷ്ടപ്പെടുന്നതിനാൽ പ്രതിഫലം
കുറയും എന്ന് മനസ്സിലാക്കാം. 51. നോമ്പ് ഖളാ ഉള്ളവൻ സുന്നത്ത് നോമ്പ് നോൽക്കാമോ? ഉദർ അതായത് മതപരമായ കാരണം കൂടാതെ ഒഴിവാക്കിയ റമദാൻ നോമ്പ് ഉടൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഖളാ വീട്ടാതെ സുന്നത്ത് നോൽക്കൽ ഹറാമാണ്. ഉദർ കൊണ്ടാണ് അതായത് തക്കതായ കാരണം കൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ അടുത്ത റമദാനിന് മുമ്പ് സാവധാനം ഖളാ വീട്ടലേ നിർബന്ധമുള്ളൂ. ഇപ്പോൾ ഖളാഇൻ്റെ മുമ്പ് സുന്നത്ത് നോമ്പ് നോൽക്കാവുന്നതാണ്. ഫർള് ഖളാ വീട്ടുന്നതോടൊപ്പം സുന്നത്ത് നോമ്പിനെയും കൂടി കരുതിയാൽ രണ്ടും ലഭിക്കുന്നതുമാണ്. ഇതൊരു സൽക്കർമ്മമായി സർവശക്തൻ സ്വീകരിക്കട്ടെ. അറിയാതെ വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ അവൻ മാപ്പ് നൽകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.